ഹലോ അസ്സാം വലൈക്കും. ഇന്ന് നമുക്കൊരു അടിപൊളി കിണ്ണ റൊട്ടി ആയാലോ. ഇതിന് പല സ്ഥലത്തും പല പേരാണ്. കിണ്ണ റൊട്ടി, തിരുള റൊട്ടി, അങ്ങനെ കുറേ പേരുണ്ട്. ഇത് ഫില്ലിങ് വെച്ചിട്ടും അല്ലാണ്ട് ഇങ്ങനെ പ്ലെയിനായിട്ട് ലെയറായിട്ട് അങ്ങനെ ഉണ്ടാക്കാം. ഇതിന് കറിയൊന്നും ആവശ്യമില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനാദ്യം നമുക്ക് ഫില്ലിംഗ് ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇതാ പാന് ഓയിൽ ഒഴിച്ച് ചൂടായി അതിലേക്കൊരു 3 വലിയ ഉള്ളി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കുക. ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വീണ്ടും ഒന്ന് വഴറ്റുക. പിന്നെ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും ഇട്ടിട്ട് വീണ്ടും അതിൻ്റെ പച്ചമണം മാറുന്നേരം വഴറ്റുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇടുന്നത് വേവിച്ചിട്ടുള്ള ചിക്കനാണ്. ഈ ചിക്കൻ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റെല്ലാം ഇട്ടിട്ടൊന്ന് കുക്ക് ചെയ്ത് പിന്നെ അതൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതുപോലത്തെ ഫില്ലിങ് ഫില്ലിങ് വേറെ സ്നാക്സിനെല്ലാം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് ഭയങ്കര ഈസിയാണ്, നല്ല ടേസ്റ്റാണ്. പണ്ട് മുതലേ ഉള്ളൊരു ഫുഡാണിത്, കിണ്ണ റൊട്ടി എന്ന് പറയുന്നത്. എന്നിട്ടിത് ഉപ്പെല്ലാം ഉണ്ടോ എന്ന് നോക്കുക. ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. പിന്നെ നമ്മൾ ഇതിലോട്ട് ചിക്കൻ വേവിച്ചിട്ടുള്ള വെള്ളം ഉണ്ടല്ലോ, ചിക്കൻ സ്റ്റോക്ക്, അത് കുറച്ച് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ടൊന്ന് വറ്റി വരുമ്പോൾ ലാസ്റ്റ് പെപ്പർ പൗഡർ, പിന്നെ ഗരം മസാല ഇത് ഇട്ടിട്ട് ഒന്നും കൂടി വഴറ്റുക. പിന്നെ അവസാനം മല്ലിയില കൂടി ചേർത്ത് ഒരു 5-10 മിനിറ്റ് ചെറിയ തീയിൽ വെച്ചിട്ട് ആ സ്റ്റോക്കെല്ലാം ഒന്ന് വറ്റി എല്ലാം ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരൂലേ, അപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് നമ്മുടെ ഫില്ലിങ് അങ്ങനെ റെഡിയാക്കി അവിടെ മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഇതിന് അരി ഇറക്കാനുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നേരിയരി ഉണ്ടല്ലോ, ജീരകശാല, അതന്നെ വേണം. അതൊരു 1.5 കപ്പ് ഒരു 4 മണിക്കൂർ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിനേനും, സാദാ പച്ചവെള്ളത്തിൽ തന്നെ. എന്നിട്ട് അത് കഴുകിയെടുത്ത് അതിലൊരു മുട്ടയും 2 ഏലക്കായും പിന്നെ ഒരു 1/2 കപ്പ് തേങ്ങയും ആവശ്യത്തിനുള്ള ഉപ്പും അതും ഇട്ടിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. അതിങ്ങനെ നല്ല നേരിയതായിട്ട് അരക്കണം. അതുപോലെ തന്നെ അതിനൊരു ലൂസ് കൺസിസ്റ്റൻസിയാണ് അതിൻ്റെ, കാരണം ഇത് ലെയറായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുന്നില്ല, അപ്പോൾ കുറച്ച് ലൂസായിട്ട് വേണം ഈ മാവ്. മിക്സിയിലിട്ടിട്ടുണ്ട്. ഇതൊന്ന് അരച്ചിട്ട് കൊണ്ടുവരാം. ഞാൻ അരച്ചിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല നേരിയതായിട്ട് നന്നായിട്ട് അരയണം. ഈ ഒരു പരുവാണ് ഉണ്ടാകേണ്ടത്. ഇത്ര ലൂസ് വേണം, നേരിയരി തന്നെ വേണം, എന്നാലും അതിൻ്റെ ആ ഒരു സ്മെല്ലും ഫ്ലേവറെല്ലാം ഉണ്ടാവും. പിന്നെ ഇത് അടച്ചെമ്പിൽ ഇതുപോലൊരു സ്റ്റീൽ പാത്രം വെക്കുക. കുറച്ച് കുഴിയുള്ള പാത്രമാണെങ്കിൽ നല്ലത്. എൻ്റെ അടുത്ത് പിന്നെ ഇതേ ഉണ്ടായിട്ടുള്ളൂ. ഇതിൽ കുറച്ച് എണ്ണ ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ഒരു സ്പൂൺ മാവ് കോരി ഒഴിക്കുക. പിന്നെ അതൊന്ന് ഡ്രൈ ആയിട്ട് മൂടി വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് കൊണ്ട് അത് ഡ്രൈ ആവും. ഡ്രൈ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഫില്ലിങ് കുറച്ചിട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിൽ പിന്നെയും മാവ് ഒഴിക്കുക. എന്നിട്ടത് ഡ്രൈ ആകുന്നവരെ വെയിറ്റ് ചെയ്യുക. വീണ്ടും ഫില്ലിങ്, അങ്ങനെ ആ പാത്രം നിറയുന്നവരെ നമ്മൾ റെഡിയാക്കി എടുക്കണം. ഇനിയിപ്പോൾ ഫില്ലിങ് ഇല്ലെങ്കിൽ നമുക്കിങ്ങനെ ഓരോ ലെയർ ഒഴിക്കുമ്പം കുറച്ച് നെയ്യ് സ്പ്രെഡ് ചെയ്ത് അങ്ങനെ ലെയറായിട്ട് മാവ് ഒഴിച്ചിട്ട് പ്ലെയിൻ ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അത് നല്ല ബീഫിൻ്റെ കൂടെ എല്ലാം കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാകുമ്പോൾ പ്രത്യേകിച്ച് കറിയൊന്നും ആവശ്യമില്ല. ഇങ്ങനെയെല്ലാം നമുക്കിത് ഒഴിച്ചിട്ട് ആ പാത്രം നിറയുന്നവരെ വെച്ച് കൊടുക്കാം. എന്നിട്ട് മൂടിയിട്ട് ഒരു 10-15 മിനിറ്റ് എല്ലാം ഒന്ന് കുക്കായിക്കോട്ടെ. അതിപ്പോൾ ഞാൻ നോക്കുമ്പോൾ എല്ലാം ഒന്നും ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് എടുക്കാം. എന്നിട്ട് വേറൊരു പാത്രത്തിൽ ആ സമയം ഇതേപോലെ വീണ്ടും ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ 2 പാത്രം ഉണ്ടാകുമ്പോൾ നല്ലതാണ്. അപ്പോൾ അടുത്തത് ഇതേപോലെ തന്നെ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് തണുത്ത് കഴിഞ്ഞാൽ ചൂടെല്ലാം ഒന്ന് ആറിയതിന് ശേഷം നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ഒന്ന് ഇളക്കി എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. പണ്ട് മുതലേ ഉള്ളൊരു കിണ്ണ റൊട്ടി എന്ന് പറഞ്ഞാൽ ഒരുവിധ ആൾക്കൊക്കെ അറിയുമായിരിക്കും. നമ്മുടെ നാട്ടിൽ കിണ്ണ റൊട്ടി എന്ന് പറയും, പല നാട്ടിൽ പല പേരാണ്. അപ്പോൾ ഇതെന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും, ബൈ.